ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പള്ളിക്കുള്ള ഉസ്താദുമാരെ ചിലവാണ്. രാവിലെ നമുക്ക് 6 ഉസ്താദുമാരുണ്ട്. അപ്പോൾ 6 ഉസ്താദുമാർക്കുള്ള ഫുഡ് റെഡിയാക്കണം. ഞാൻ ഏകദേശം 3:30 ആ ഒരു ടൈമിൽ എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് തേങ്ങ വറുത്തരച്ച കറിയും പുട്ടുമാണ് രാവിലെ ഉണ്ടാക്കുന്നത്. പിന്നെ ഉച്ചക്ക് 3 ആൾക്ക്, രാത്രിക്ക് 3 ആൾക്ക്, അങ്ങനെയാണ് ഇവിടുത്തെ പള്ളിയിലെ ചിലവ്. അപ്പോൾ നമുക്ക് ബീഫ് കറിയും പുട്ടുണ്ടാക്കാം. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീഫൊക്കെ കുക്കറിൽ വേവിച്ച് തേങ്ങയൊക്കെ വറുത്ത് അരച്ച് അതിൽ പാർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫ് കറി ആയിരുന്നു. പിന്നെ പുട്ടും ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേന് ഈ ചിലവ് കൊണ്ടുപോകുന്ന ആൾ വരും. മദ്രസ വിട്ടിട്ടാണ്. മദ്രസയിലെ ഉസ്താദുമാരും കൂടി കൂടിയിട്ടാട്ടോ 6 ഉസ്താദുമാർ. അപ്പോൾ രാവിലത്തെ ഫുഡ് കൊണ്ടുപോയി നമ്മൾ രാവിലത്തെ ചായ കുടിച്ചു. ഇനി ഉച്ചക്കത്തേക്ക് ഞാൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി മന്തിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മല്ലിച്ചപ്പ്, പുതിന, ക്യാപ്സിക്കൻ ഇത് 3 നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ അടുത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. ഞാനിവിടെ 2 കിലോ മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് മാഗി ക്യൂബൊക്കെ ഒന്ന് പൊടിച്ച് കൊടുക്കാം. മാഗി ക്യൂബൊക്കെ പൊടിച്ചതിന് ശേഷം അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മന്തി മസാലയാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള മന്തി മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫുഡ് കളർ, ഒരു ചെറിയ ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, വേണമെങ്കിൽ ചേർക്കും വേണ്ട. ഞാനിവിടെ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊക്കെ പാടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മന്തിയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിട്ടുള്ള വീഡിയോ. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തപ്പോൾ മന്തി മസാല കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മന്തി മസാല ചേർത്ത് കൊടുത്തു. ഇപ്പോൾ മിക്സ് ചെയ്തു. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അടുപ്പിൽ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞ് പിടിക്കാൻ ചാൻസ്. കാരണം നമ്മളിതിൽ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കണില്ല. നമ്മൾ ആ സൺഫ്ലവർ ഓയിലും പിന്നെ അതുപോലെ ചിക്കൻ ഇറങ്ങി വരുന്ന ഒരു വെള്ളം മാത്രമുള്ളല്ലോ. അപ്പോൾ അടി കരിയാതെ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ, നമുക്ക് പോയിട്ട് റൈസ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ 2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ റൈസ് കുറച്ച് മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർക്കാൻ വെച്ചിരുന്നു. ഇനി നമുക്കിതെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നാൽ അതിലിട്ടിട്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി, അതുപോലെ തന്നെ റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയറായിട്ട് ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കളർ വെള്ളമാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി കളിക്കുന്നതും കുറച്ച് ഫുഡ് കളർ കളിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് റൈസ് ഓരോ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തു. അടുത്ത് നമുക്ക് കുറച്ച് കളർ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഒരു 4 പച്ചമുളക് മുകളിൽ കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചാർക്കോൾ എടുത്തിട്ട് കത്തിച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം. ആവിയൊക്കെ പുറത്തേക്ക് പോവാതെ വിധത്തിൽ നമുക്ക് നല്ല അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ, ആ ചാർക്കോളിൻ്റെയും ഒരു അടിപൊളി സ്മെല്ല്. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി മന്തിയാണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം ഉച്ചക്ക് ഒരു 1:15 ടൈമായിട്ടോ നമ്മുടെ ചിലവ് കൊണ്ടുപോണ കാക്ക വന്നു. നമ്മൾ അതൊക്കെ അവരുടെ
പാത്രത്തിലാക്കി അവർക്ക് 3 പേർക്കുള്ള മന്തിയാണ് നമ്മൾ കൊടുത്തയച്ചത്. ബാക്കി നമ്മൾ കുറച്ച് വീട്ടിലെടുത്ത് പിന്നെ നമ്മളെ കുടുംബക്കാരപ്പുറത്തൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഉച്ചകത്തെ ഫുഡ് കഴിക്കലും കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി രാത്രിക്കത്തേക്ക് സാദാ ചോറ്, വെണ്ടക്ക വറുത്തരച്ച കറിയും, മീൻ പൊരിച്ചതും, ഒരു കഷ്ണം മീൻ പൊരിച്ചതും, പിന്നെ കൈപ്പക്ക ഉപ്പേരി, പപ്പടം, ഇതൊക്കെ ആയിരുന്നു രാത്രിക്കത്തേക്ക്. അപ്പോൾ ഇതായിരുന്നു ഉസ്താദുമാരുടെ ചിലവിൻ്റെ അന്നത്തെ സ്പെഷ്യൽ ഫുഡുകൾ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.